ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും സന്തോഷമല്ലേ? പ്രാർത്ഥനയിൽ പരസ്പരം ഓർക്കുക. ഇന്ന് നമുക്കൊരു സ്വർഗസ്ഥനായ പിതാവേ ചൊല്ലി നമ്മുടെ എല്ലാ കുടുംബങ്ങളെയും ദൈവത്തിന് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരയണമേ, അങ്ങയുടെ തിരുമന സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്നേഹമുള്ളവരെ, ഇന്ന് നമുക്ക് മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 36-ാം വാക്യം ധ്യാനിക്കാം. ജനത്തെ കണ്ടപ്പോൾ ഈശോയ്ക്ക് അവരോട് അനുകമ്പ തോന്നി. കാരണം അവർ ഇടയനില്ലാത്ത ആടുകളെ പോലെ പരിഭ്രാന്തരും നിസ്സഹായരും ആയിരുന്നു. സ്നേഹമുള്ള സഹോദര സഹോദരി, ജനത്തെ കണ്ടപ്പോൾ ഈശോയ്ക്ക് അവരോട് അനുകമ്പ തോന്നി എന്നാണ് പറയുന്നത്. കാരണം അവരുടെ നിസ്സഹായ അവസ്ഥയും അവരുടെ ജീവിത വ്യഗ്രതയും ഈശോയെ വളരെയേറെ സ്വാധീനിച്ചു. സാധാരണ മനുഷ്യരുടെ ഹൃദയം തൊട്ടറിഞ്ഞ ഈശോ. പ്രിയമുള്ള സഹോദര, നീ നിന്റെ ജീവിതത്തിൽ എന്തോരം വ്യക്തികളെ കണ്ടിട്ടുണ്ട്. പലരും അഗ്നികുണ്ഡം ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവരാണ്. അവരെ ഒന്ന് തൊട്ടറിയുവാനായിട്ട്, അവരെ ഒന്ന് കേൾക്കുവാൻ, അവരോടൊപ്പം ഇരിക്കുവാൻ, അവർക്ക് വേണ്ടി സമയം ചെലവഴിക്കുവാൻ നിനക്ക് സാധിച്ചിട്ടുണ്ടോ? നിന്റെ ഈ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് സഹായങ്ങൾ ചെയ്തുകൊണ്ട് ഈശോയെപ്പോലെ അനുകമ്പയും കരുണയും ആർദ്രതയുമുള്ള ഒരു ഹൃദയത്തിന് നീ ഉടമയാണ്. നിന്നെ തന്നെ ഒന്ന് വിലയിരുത്തുക. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, എന്നെ കേൾക്കുന്ന എല്ലാവരെയും അങ്ങേ കൈകളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. കർത്താവേ, ഈശോയ്ക്കുണ്ടായിരുന്നതുപോലെ കരുണയും ആർദ്രതയും മറ്റുള്ളവരെ സഹായിക്കുവാനുള്ള മനോഭാവം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തന്ന് അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ.